സിവിൽ സർവീസിന്റെ തിളക്കത്തിൽ എല്ലാവരും വളരെയധികം സന്തോഷകരമായിരുന്നപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് ഒരുപാട് സന്തോഷങ്ങളായിരുന്നു മുന്നിലുണ്ടായിരുന്നത് എന്ന് പറയാം. ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നതും മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രേക്ഷകരും സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതുമെല്ലാം ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ്. പറയുന്നത് നരുവാമൂട്ടിലെ ശ്രീജയുടെ കഥ. അച്ഛൻ്റെയും അമ്മയുടെയും ചവിട്ടുപടി എന്ന എല്ലാവരും വിശ്വസിക്കുന്ന പെൺകുട്ടി. പണിതീരാത്ത വീടിന്റെ ചുവരിലെ വിഷൻ ബോർഡിൽ കുറിച്ചിട്ട സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ വിജയത്തിന്റെ ഒരു തിളക്കമാണ്. താൻ നട്ടുവളർത്തിയ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമായപ്പോൾ നരുവാമ്മയുടെ രോഹിണി വീട്ടിൽ ആനന്ദക്കണ്ണീർ ഒഴുകുകയാണ്. കഠിനമായ ദാരിദ്ര്യത്തോടും ഇല്ലായ്മകളോടും പടവെട്ടി സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 57ാം റാങ്ക് കരസ്ഥമാക്കിയ JS ശ്രീജയുടെ ഈ വിജയം ഒരു നാടിന്റെ ആകെ അഭിമാനമാകുന്നു. നിർമ്മാണ തൊഴിലാളിയായ അച്ഛൻ ജയകുമാറിന്റെ വിയർപ്പും മകളുടെ പഠനത്തിനായി കെട്ടുതാലി വരെ പണയപ്പെടുത്തിയ അമ്മ ഷീജകുമാരിയുടെ തപസ്സുമാണ് ഷീജയെ ഇത്രയും നേരം തന്നെ എത്തിച്ചത്. ഇത്രയും വലിയ നേട്ടത്തിൽ എത്തിക്കാനുള്ള തൻ്റെ കഠിന പ്രയത്നത്തിന് പിന്നിൽ ഗുരുക്കന്മാരും അച്ഛനമ്മയും ദൈവവും മാത്രമാണ് എന്ന് ശ്രീജ പറയുന്നു. മകളുടെ സ്വപ്നം ചിറകു നൽകാൻ ജയകുമാർ കിലോമീറ്ററോളം അകലെയുള്ള ആറ്റിങ്ങൽ വരെ സൈക്കിൾ ചവിട്ടിയാണ് കൂലിപ്പണിക്ക് പോകുന്നത്. MA ബിരുദം നേടി ജോലി ലഭിക്കാതിരുന്ന ശ്രീജകുമാരി തൻ്റെ മകൾക്ക് ആ ഗതി വരരുത് എന്ന് ഉറപ്പിച്ചിരുന്നു. കുടുംബശ്രീയിൽ നിന്ന് വായ്പയെടുത്തും പലിശയ്ക്ക് പണം വാങ്ങിയുമാണ് അവർ ശ്രീജയുടെ പഠനത്തിന് തുക കണ്ടെത്തിയത്. പ്രിലിംസ് വിജയിച്ചപ്പോൾ സന്തോഷം കൊണ്ട് അച്ഛനും മകളും ചേർന്ന് മുറി വെള്ളപൂശിയത് കൗതുകകരമായ ഓർമ്മയായി മാറി. പുസ്തകങ്ങൾ അടുക്കി വയ്ക്കാൻ ഒരു സ്റ്റാൻഡിനായി അമ്മയുടെ സഹോദരൻ നൽകിയ ചെറിയ തുകയിൽ യാത്രാക്കൂലിയിൽ നിന്നും മിച്ചം പിടിച്ച പണവും ചേർത്ത് വെച്ച് 2500 രൂപ കണ്ടെത്തിയ ശ്രീജയുടെ നിശ്ചയദാർഢ്യം സമാനതകളില്ലാത്ത ഒരു സ്ഥാനം തന്നെയാണെന്ന് പറയാം. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസ് ബിരുദാനന്ത ബിരുദം നേടിയ ശ്രീജ പഠനകാലത്തു തന്നെ UGC നെറ്റ് കരസ്ഥമാക്കിയിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹരിത V കുമാറിന് 1ാം റാങ്ക് ലഭിച്ചത് മുതലാണ് ശ്രീജയുടെ മനസ്സിൽ സിവിൽ സർവീസ് മോഹം മുളപൊട്ടിയത്. പിന്നീട് അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ചതോടെ ഇന്ത്യൻ ഫോറിൻ സർവീസിനോട് താല്പര്യമാകാൻ തുടങ്ങി. തൻ്റെ ആദ്യത്തെ സിവിൽ സർവീസ് അറ്റംപ്റ്റാണിതെന്ന് ശ്രീജ ഉറക്കെ പറയുന്നു. ഞാൻ ഒരു വട്ടമേ എഴുതൂ എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വട്ടത്തിൽ എനിക്ക് നേടാനായില്ലെങ്കിൽ എന്ന ചോദ്യം ഞാൻ ഒരിക്കൽ പോലും അഭിമുഖീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷയ്ക്കൊത്ത് പഠിച്ചത്. എല്ലാവരോടും ഞാനത് പറയുമായിരുന്നു. പ്രിലിംസ് കിട്ടി അതിനും നല്ല മാർക്കുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ എല്ലാവരും ഇവിടെ വരേണ്ടതാണെന്നും ഇത്തരത്തിൽ ക്യാമറയൊക്കെ വരുമച്ച, അതുകൊണ്ട് നമുക്ക് വീട് പെയിന്റ് അടിക്കാമെന്ന് പറഞ്ഞത്. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ശരിക്കും അതൊന്നും കരുതിയിരുന്നില്ല. കുറച്ചുകൂടി പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണമെന്ന് മാത്രമാണ് തൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ വെച്ച് ബുക്കൊക്കെ അടുക്കി വെക്കാൻ ഒരു സ്റ്റാൻഡ് വാങ്ങി. ആ സ്റ്റാൻഡിൽ നിൽക്കാത്തത്ര ബുക്ക് തൻ്റെ കൈവശം ഉണ്ടായിരുന്നു. എന്നിട്ടും അതെല്ലാം അടുക്കിപ്പറക്കി വെച്ചത് ഈയൊരു ദിവസത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ശ്രീജ ഓർത്തു പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.